കോഴിക്കോട് പള്ളിക്കണ്ടി അഴീക്കൽ റോഡ് തകർന്ന് വർഷം 2 കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രദേശത്ത് സ്ഥാപിക്കാനൊരുങ്ങിയപ്പോൾ പ്രതിഷേധിച്ചതിന് നാട്ടുകാരോടുള്ള പ്രതികാരമാണ് റോഡ് ശരിയാക്കാത്തത് എന്നാണ് ആക്ഷേപം. അര കിലോമീറ്ററിൽ 33 കുഴികൾ. മഴക്കാലത്ത് വെള്ളം കയറുന്നതോടെ കുഴി കാണാതെ ഇരുചക്ര യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവം. രാത്രിയിൽ പ്രദേശത്തേക്ക് ഓട്ടോറിക്ഷകൾ വരാറില്ല. ജനവാസ മേഖലയായതിനാൽ ദിനവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ്. ഏറ്റവും ദുരിതമനുഭവിക്കുന്നത് ഇരുചക്ര യാത്രക്കാരാണ്. ഭീകര ഗർത്തങ്ങൾ താണ്ടി കുലുങ്ങിയുള്ള യാത്ര രോഗികളെയും ഗർഭിണികളെയുമാണ് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. വർഷങ്ങളായി തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. ഇതിലൊരു പ്രധാന ഈ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തായിരുന്നു നേരത്തെ ശുചിമുറി മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത്. ശക്തമായിട്ട് ജനങ്ങളുടെ എതിർപ്പുണ്ടായി. അത് കാരണം ആ പദ്ധതി തന്നെ സർക്കാരിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം വിശ്വസിക്കുന്നു ഇവരോടുള്ള വിരോധം തീർക്കാനാണ്. ജനവാസ മേഖലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ നിരവധി സമരങ്ങൾ നടന്ന സ്ഥലമാണ്. തീരദേശ മേഖലയിൽ വരുന്നതാണ് പ്രദേശം. അഴുക്കുചാൽ തകർന്നതോടെ വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നത് ദുരിതം ഇരട്ടിപ്പിക്കുന്നു. പകർച്ചവ്യാധി ഭീഷണിക്ക് നടുവിലാണ് പ്രദേശവാസികൾ. കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ സമരം ശക്തമാക്കാനൊരുങ്ങുകയാണ് പ്രാദേശിക ജനത. പ്രദേശവാസികൾ പറയുന്നത് ശരിയാണെങ്കിൽ കോർപ്പറേഷൻ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയുടെ ഉദാഹരണമാണ് ഈ റോഡ്. ഇവിടെ സമീപത്തൊരു മാലിന്യ സംസ്കരണ കേന്ദ്രം വരുന്നതിനെതിരെ പ്രദേശവാസികൾ സമരം ചെയ്തപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണമാണ് ഈ റോഡ് പണി നടത്താത്തത് എന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ കോർപ്പറേഷൻ ഒരു കാര്യം ചിന്തിക്കണം. ഇവരും നികുതി കൊടുക്കുന്നവരാണ്. ഇവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. പള്ളിക്കണ്ടി അഴീക്കൽ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഇന്നലെ തന്നെ ഒരാൾ സുഖമില്ലാതായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു രാത്രി. കാരണം വരുന്ന ആളുകൾക്ക് അറിയില്ല എവിടെ കുഴിയുള്ളത്. കാരണം മഴ പെയ്ത് മൊത്തത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ റോഡ് ഒരേ രീതിയിലാണ് കാണുന്നത്. കുഴി എവിടെയാണോ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിലാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു ഓട്ടം വിളിച്ചാൽ പോലും ടൗണിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം ഒരു ബീച്ച് ഹോസ്പിറ്റലുമായി ആളുകൾ രോഗികളെത്തി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കൊട്ടക്കാർ പറയുന്നത് മെയിൻ കാരണം ഈ റോഡിലൂടെ വാഹനം ഓടിക്കാൻ പറ്റില്ല, അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ്. അത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. ഞങ്ങൾ അധികാരികളായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അവരെ നന്നാക്കുക, ഇന്ന് നന്നാക്കുക, നാളെ നന്നാക്കാൻ പറയാമെന്നല്ലാതെ യാതൊരുവിധ നടപടിയിലും ഈ റോഡിൻ്റെ കാര്യത്തിലില്ല. ഏറ്റവും കൂടുതൽ ശോചനീയാവസ്ഥയിലേക്ക് വന്നത് ഈ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഇതിന് ശേഷം മാത്രമാണ്. കാരണം അല്ലെങ്കിൽ ഇത് ഒരു 5 വർഷം കൂടുമ്പോഴെങ്കിലും എന്താകുന്നതിന് നന്നാക്കി പോകുന്നതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കൗൺസിലറുടെ ശ്രദ്ധയിലും കോർപ്പറേഷൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ട് നിരവധി തവണ നമ്മൾ നേരിട്ട് പോലും ഇത് പരാതി കൊടുത്തതാണ്. പക്ഷേ ഒരു തിരിഞ്ഞു നോട്ട പോലും ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട ഒരു കമ്മീഷൻ ആണ് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ആ ഒരു വേവലാതി ആയിരിക്കാം ചിലപ്പോൾ ഈ പ്രദേശത്തോട് മൊത്തത്തിൽ കാണിക്കുന്ന ഈ അവഗണന. വിനേഷ്, ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടു. വാർത്തയുടെ വിവരങ്ങൾ. കോഴിക്കോട് തീരദേശ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പള്ളിക്കണ്ടി. ഈ പള്ളിക്കണ്ടിയിൽ നിന്ന് അഴീക്കലിലേക്ക് പോകുന്ന റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായും ഇതിൽ ഗർഭിണികളും അതുപോലെ തന്നെ രോഗികളെയും എല്ലാം ഇതിലെ കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പ്രധാനമായും രാത്രിയിൽ മിക്ക ചെറുകിട വാഹനങ്ങളൊന്നും ഇതിൽ ഓടാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകളൊന്നും ഇതിലേക്ക് വരാറേ ഇല്ല. അത് വലിയ തോതിൽ തന്നെ ആളുകളെ ബാധിക്കുന്നുണ്ട്. കാരണം 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണത്. കാരണം 2 ഭാഗത്തും വീടുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം തന്നെയുള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണ് റോഡ് ഈ ഒരു അവസ്ഥ. പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്നത് ഇവിടെ സമരം നടന്നിരുന്നു. അതായത് ഇവിടെ കോതിയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമരം നടന്നിരുന്നു. നിരവധി സമരങ്ങൾ നടന്നതാണ്. അതിൻ്റെ പ്രതികാരം എന്നോണമാണ് ഈ പ്രദേശവാസികളോട് പ്രതികാരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് നന്നാക്കാത്തത്, അല്ലെങ്കിൽ റോഡ് ഈ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കാത്തത് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്.
നമുക്കറിയാം ആവിക്കൽ തോടിലായിരുന്നു ആദ്യം ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരു നീക്കം നടത്തിയത്. അവിടെ വലിയ സമരങ്ങൾ നടന്നിരുന്നു. ആ സമരങ്ങൾക്ക് ശേഷമാണ് ഇത് കോതിയിലേക്ക് മാറ്റുന്നതിനുള്ളൊരു നടപടി ഉണ്ടായത്. ഇത് ജനവാസ മേഖലയിലേക്ക് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ്റെ നിലപാടിനെതിരെ അവിടുത്തെ പ്രദേശവാസികൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ റോഡിനെ പൂർണ്ണമായി അവഗണിച്ചത് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ റോഡിനെ അവഗണിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഉയരുന്നത്. കാരണം അവിടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ റോഡ് ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന സ്ഥലമാണ്. ഇതിൻ്റെ സ്ഥലത്തുള്ള ഡ്രൈനേജ് എല്ലാം തന്നെ പൊട്ടി ഒലിച്ച് റോഡിലേക്ക് എത്തുന്നു. പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഈ പ്രദേശവാസികളോട് പെരുമാറുന്നത്.